അത്ത ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. അത്ത നല്ല മനസ്സോടല്ലേ പറയുന്നത്. എനിക്ക് ആകെ മോളെ അത് മോളുടെ കൂടെ അത്ത ഉണ്ട്, ഉപ്പ ഉണ്ട്, അമ്മ ഉണ്ട്, എല്ലാരും ഉണ്ട്. മോളെ മോളൊന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കപ്പും കൊണ്ട് വീട്ടിൽ വരാവും. ഇനി ഒന്നും ഓർക്കരുത്, ഒരു കാര്യം ഓർക്കരുത്, ഇത് കണ്ട് സങ്കടപ്പെടരുത്, ഒന്നും ചെയ്യരുത്. അങ്ങനെ നല്ലൊരു അടിപൊളി കാര്യമാണ് ജാസ്മിൻ്റെ ഫാദർ ചെയ്തത്. ജാസ്മിൻ്റെ മാലയും ഊരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ മോക്ക് ഞങ്ങളുണ്ട്, ഞങ്ങളെ ഓർക്ക്, നിന്റെ എന്ത് വിഷമത്തിനും ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, ഞങ്ങളെ ഓർക്ക്, അത് മതി മോക്ക്. ഉപ്പാക്കും ഉമ്മാക്കും അറിയാം, മോളെ അറിയാം, നന്നായിട്ടറിയാം, മോള് വിഷമിക്കരുതെന്ന് പറഞ്ഞ് ആ മാല ജാസ്മിൻ്റെ ഫാദർ ഊരിയെടുത്തു. എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടൂടെ? അതുകൊണ്ട് ആ ഒരൊറ്റ മോളെ എനിക്ക് ഇവിടെ വന്നപ്പോ ഇത് ഞാൻ എടുക്കാം. എനിക്ക് ആകെണ്ടായിരുന്നു. മോളെ അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ഉമ്മായിക്ക് ഒന്നുമില്ല. ജാസ്മിൻ്റെ ഫാദർ പറഞ്ഞു, ഒറ്റയ്ക്ക് നിന്ന് കളിക്ക്, മോളുടെ കൂടെ ഞങ്ങളുണ്ട്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, നമുക്ക് ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാം, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് പിടിച്ച് നടന്ന് കൊണ്ടുപോയി റൂമിൻ്റെ ഉള്ളിൽ പോയി നേരെ ചെന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന അതെടുത്തു. ഇത് മോൾക്ക് വേണ്ട, ഇവിടെ ഉമ്മാൻ്റെ ഫോട്ടോയുണ്ട്, അത്താൻ്റെ ഫോട്ടോയുണ്ട്, അത് കാണുമ്പോൾ ഉള്ളൊരു ആശ്വാസം മതി, ഇതിനൊക്കെ വിഷമം വരുമ്പോൾ അത് കണ്ടാൽ പോരെ, അത് കണ്ട് ആശ്വസിച്ചാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ വളരെ ഒരു കരച്ചിലോട് കൂടിയിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനല്ല, ഇങ്ങനെയാണ്, എൻ്റെ കൂടെ നിന്നയാളാണ്, എൻ്റെ ഏതൊരു ആപത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ്റെ വാപ്പ അത് കേൾക്കുന്നില്ല. ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു, അത്തയുണ്ട്, ഉമ്മയുണ്ട്, നീ ഈ ഫോട്ടോ നോക്കിയിട്ട് നീ സങ്കടങ്ങളൊക്കെ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ അവിടെ കാണിക്കുന്നുണ്ട്. പുറത്തൊരു ജീവിതമുണ്ട് നോക്ക്, കേട്ട് മനസ്സിലാക്കാം. പുറത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് മക്കള് നമുക്കൊക്കെ എന്ത് വിഷമം വന്നാലും ഇതിൽ നോക്കി ഉമ്മായി വിളിക്കണം. ഉമ്മ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കണം. മനസ്സിലായ ഉമ്മ പറയാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് കിടക്കുന്നുണ്ട്. മക്കൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷമം വന്നാലും ഉമ്മയോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്. 24 മണിക്കൂർ ഉമ്മ കണ്ടോണ്ടിരിക്കില്ല. എന്നാൽ പിന്നെ എന്ത് വിഷമം വന്നാലും ഉമ്മയോട് പറയണം. മക്കൾ ഒരു പൊന്നോളല്ലേ, മക്കളൊക്കെ കഴിച്ച് എല്ലാരും വിചാരിച്ചേക്കുന്ന കൊല്ലും തിന്നോന്നും വിചാരിച്ചു. മക്കളെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് അവൻ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ ഇമ്മ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാരും അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഗെയിമിന്റെ ഭാഗമാണ്. ഗെയിം ഇവിടെ കഴിയുമ്പോ ആ ഗെയിം കഴിഞ്ഞല്ലോ. അത് അത്രേ ഉള്ളു. പക്ഷെ നമുക്കൊരാൾക്ക് ഇപ്പൊ എന്റെ ഒരു ആപത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. നിന്നിട്ടില്ലെന്ന് പറഞ്ഞില്ല. മോളെന്തിനാ പേടിക്കുന്നത്? ആരുടെ ഇതില്ലെങ്കിലും മോൾക്ക് അത്തായും ഉമ്മായും എല്ലാരും ഉണ്ടല്ലോ. ആൾക്കാർ പറയുന്ന അല്ലെ ഇത് പറയുന്ന അത് പറയുന്ന മോള് ടെൻഷനേ അടിക്കണ്ട. മോളൊരു ടെൻഷനും അടിക്കണ്ട. മോൾക്ക് വേണ്ടാത്തൊരു സാധനവും മോളുടെ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക, അത്ര തന്നെ. ഇപ്പം ജാസ്മിൻ്റെ ഫാദർ ജാസ്മിനോട് പറയുന്നുണ്ട്, അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക, ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക, മോൾക്ക് ഞങ്ങളുണ്ട്, വേറെ ആരും വേണ്ട, അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മോളുടെ അടുത്തുനിന്ന് ഗബ്രിയുടെ ഫോട്ടോയും ആ മാലയും എല്ലാം ഊരി മാറ്റി മോളിനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കും, മോൾക്ക് ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു അച്ഛനും ഒരു അമ്മയുടെ ഒരു എങ്ങനെയായിരിക്കണം എന്നുള്ള രീതി അവർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ദേഷ്യമൊന്നും കാണിക്കാതെ വളരെ കാമായിട്ട് മോളെ 100% സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ധൈര്യം കൊടുത്തിട്ടാണ് അവർ അവിടെ നിന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്.